ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ഫ്ലവർ ഡിസൈനാണ്. നമ്മുടെ സ്കേർട്ടിലും അതുപോലെ ഫ്രോക്കിലും അതുപോലെ ബ്ലൗസിൻ്റെ ബാക്കിലൊക്കെ നമ്മൾ ഇതുപോലെ പിടിപ്പിച്ചാൽ വളരെ ഭംഗിയായിരിക്കും കാണാൻ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് പീസസാണിത്. നമുക്ക് ഇത് വെച്ചും അതുപോലെ തന്നെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ സ്കേർട്ടൊക്കെ ഇതുപോലെ ഭംഗിയായിട്ട് ആക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പൈപ്പിംഗ് ത്രെഡ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഈ ചെറിയ പീസിൻ്റെ റൗണ്ടിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നമ്മൾ 3.5 ഇഞ്ചാണ് നമ്മൾ വീതിയും അതുപോലെ തന്നെ നീളവും എല്ലാം നമ്മൾ 3.5 ഇഞ്ചിൽ തന്നെയാണ് നമ്മുടെ റൗണ്ട് ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എല്ലാം ഒരേ അളവിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു പീസും അതുപോലെ തന്നെ നമ്മുടെ പൈപ്പിംഗ് ത്രെഡും എടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൽ കാണുന്നത് പോലെ നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് കയറ്റി വെക്കണം. പകുതിയിനേക്കാട്ടിലും കുറച്ചും കൂടെ കൂട്ടി, അതായത് 1/4 ഭാഗമെങ്കിലും നമ്മുടെ പൈപ്പിംഗ് ത്രെഡ് കയറ്റി വെച്ചതിന് ശേഷം മാത്രമേ തയ്ക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ പൈപ്പിംഗ് ത്രെഡ് വെക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ടേപ്പ് എടുത്ത് അളന്നതിന് ശേഷം, ഇല്ലെങ്കിൽ അളവ് ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പൈപ്പിംഗ് ത്രെഡ് വെച്ച് തയ്ക്കുന്നതായിരിക്കും നല്ലത്. അറിയില്ലാത്തവരില്ലെങ്കിൽ കറക്റ്റായിട്ട് വെക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല. കറക്റ്റായിട്ട് നമ്മൾ ത്രെഡ് വെച്ചിട്ട് ശേഷം തയ്ച്ചാൽ മതി. അപ്പം തുടക്കക്കാരൊക്കെ ഉണ്ടായിരിക്കും, അപ്പോൾ അവരൊക്കെ ഇതുപോലെ അളവെടുത്തതിന് ശേഷം ത്രെഡ് വെച്ചതിന് ശേഷം തയ്ച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്ഷനോടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കുറച്ചും കൂടെ എളുപ്പമെന്ന് തോന്നുന്നു ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ആ ചെറിയ പീസ് തുണി ഇതിൽ കാണുന്ന പോലെ കറക്റ്റ് ലെവലിൽ തന്നെ നമ്മൾ സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ മടക്കണം. അതായത് ലെവലിൽ തന്നെ ഇരിക്കണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ നടുക്ക് കൂടെ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ തുണി നേരെ താഴത്തേക്ക് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി തുണികൾ ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് എത്രമാത്രമാണോ നീളം ആവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഭംഗിയായിട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.